ഹായ് ഓൾ. ഇറാനെ പറ്റി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇറാനിലെ ഭരണകൂടത്തെ പിന്തുണച്ചുകൊണ്ട് അലി ഖമേനിയെയും പ്രസിഡന്റ് പെഷസ്ക്യാനെയും അടക്കമുള്ള ഭരണ നേതൃത്വങ്ങളെ പിന്തുണച്ചുകൊണ്ട് വളരെ വലിയ റാലികളാണ് ഇറാനിലെങ്കും നടന്നിട്ടുള്ളത്. ഇറാന്റെ വിവിധ പ്രവിശ്യകളിൽ, ടെഹ്റാനിൽ, ഇസ്ഫാനിൽ, അസർബൈജാൻ മേഖലകളിൽ ഇങ്ങനെ തുടങ്ങിയ സർവ്വ മേഖലകളിലും ജനലക്ഷങ്ങൾ അണിനിരുന്ന വലിയ പ്രകടനങ്ങളാണ് ഭരണകൂടത്തിന് അനുകൂലമായിക്കൊണ്ട് രാഷ്ട്രത്തെ പിന്തുണച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം അതിന്റെ വലിയ വലിയ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഇറാനിൽ നിലവിലുള്ള പ്രതിസന്ധി അവിടുത്തെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നതിൽ വിജയിച്ചു എന്നാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. കാരണം അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നം എന്നുള്ളത് അവിടുത്തെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു. അവിടെ വ്യാപാരി സമൂഹം നേരിടുന്ന വളരെ വലിയ പ്രതിസന്ധിയായിരുന്നു. അത് അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെ ഫലമായി ഇറാൻ നാണയത്തിനുള്ള ഒരു മൂല്യ തകർച്ചയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത്. അങ്ങനെ അവിടെ ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങൾ അതിനെതിരെ തെരുവിലിറങ്ങിയിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് മുതലെടുത്തുകൊണ്ട് അവിടെ വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് ഭരണകൂടത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമാവുന്ന നേരത്തെയുള്ള റിസ ഷാ പഹ്ലവിയുടെ പിൻഗാമികളെ അവിടെ ഭരണത്തിൽ കുടിയിരുത്തുക എന്നതായിരുന്നു US-ന്റെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ. അവരുടെ പിന്നണിയിൽ മറ്റുള്ള അവരെ പിന്തുണക്കുന്നവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇറാനിയൻ ഭരണകൂടം അവിടുത്തെ ജനതയോട് തെരുവിലിറങ്ങാൻ ആവശ്യപ്പെട്ടു. തങ്ങളുടെ ഭരണം മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു പ്രതിഷേധത്തിന് രംഗത്തിറങ്ങിയ ആളുകൾക്കിടയിൽ മൊസാദിന്റെയും അതുപോലെ തന്നെ മറ്റു ഇവരുടെയും ഏജന്റുമാർ അണിനിരന്നുകൊണ്ട് അത് അക്രമാസക്തമായ നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി. ഇത് യഥാർത്ഥ പ്രശ്നങ്ങളെ അവിടെ മുന്നോട്ട് കൊണ്ടുവരുന്നതിലും ഈ ആദ്യ പ്രതിഷേധത്തിലുണ്ടായിരുന്ന ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ ആ പ്രശ്നത്തെ മാറ്റിവെക്കുന്നതിലും ഉണ്ടായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇടയായി എന്നുള്ളതാണ്. കാരണം ആയുധധാരികളായ പ്രതിഷേധക്കാർ ആക്രമണങ്ങൾ നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇറാനിയൻ മന്ത്രാലയങ്ങൾ അവിടുത്തെ സംവിധാനങ്ങൾ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. പ്രത്യേകം പറഞ്ഞാൽ അമേരിക്കയെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന UK അല്ലെങ്കിൽ ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ ഇവരുടെയൊക്കെ ഇറാനിലുള്ള സ്ഥാനപതിമാരെ, അംബാസിഡർമാരെ വിളിച്ചുകൊണ്ട് അവരെ വിളിച്ചിരുത്തിക്കൊണ്ട് ഈ ദൃശ്യങ്ങൾ ഇറാനിയൻ ഭരണകൂടവും IRGCയും അവിടുത്തെ സൈനിക വിഭാഗവും കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധങ്ങളുടെ പേരിൽ ഇവിടെ നടക്കുന്ന ആക്രമ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. എന്നാൽ പോലും പാരീസ് അടക്കമുള്ള അല്ലെങ്കിൽ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളുടെ അവിടുത്തെ അവരുമായി ബന്ധപ്പെട്ട അവിടെ അതോറിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ അവർ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വിട്ടുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഇറാന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് രാഷ്ട്രത്തിന് പുറത്തുള്ള ശക്തികളാണെന്നും അവരുടെ താല്പര്യങ്ങൾ എന്നുള്ളത് രാഷ്ട്രത്തെ അട്ടിമറിക്കുക എന്നുള്ളതുമാണ് എന്നതാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ജനതയെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തെരുവിലിറക്കാൻ ഇറാനിയൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. അതായത് അവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും നിലവിലുള്ള ഭരണവ്യവസ്ഥിതിയിൽ സന്തുഷ്ടരാണെന്നും അതിനെ പിന്തുണക്കുന്നുവെന്നും രാഷ്ട്രത്തെ അപകടത്തിലാക്കിക്കൊണ്ട് രാജ്യത്തെ അപകടത്തിലാക്കിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സമരങ്ങളെയോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെയോ പ്രക്ഷോഭങ്ങളെയോ തങ്ങൾ പിന്തുണക്കുന്നില്ലെന്നും രാഷ്ട്രം എന്നുള്ള നിലക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നിലനിൽക്കണമെന്ന് അവിടുത്തെ ജനത ഒന്നടങ്കം തെരുവിലിറങ്ങി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രായമായ സ്ത്രീകൾ മുതൽ ചെറിയ പുതിയ തലമുറയിലെ കുട്ടികൾ വരെ ഈ ഒരു സമര രംഗത്ത് പങ്കാളികളായി ഈ ഭരണകൂടത്തെ പിന്തുണച്ചുകൊണ്ട് ജനലക്ഷങ്ങളാണ് അണിനിരുന്നത്. ഇന്നലെ ഒരു പ്രകടനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന പ്രകടനമാണ്. ജനലക്ഷങ്ങൾ അതിൽ അണിനിരക്കുന്നുണ്ട്. ആ പ്രകടനങ്ങളിൽ ഏകദേശം 10 ലക്ഷം ആളുകൾ ഒരിടത്ത് മാത്രം പങ്കെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഈ രീതിയിലുള്ള അവിടുത്തെ സർക്കാരിനും ഭരണകൂടത്തിനും അനുകൂലമായ പ്രകടനങ്ങൾ നടത്താൻ ഇറാൻ ഭരണകൂടത്തിന് സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ സ്ഥാനപതികളെ, ഈ വെസ്റ്റേൺ കൺട്രീസിലെ സ്ഥാനപതികളെ വിളിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന ആക്രമ പ്രവർത്തനങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകി. അതിനെ ഒരിക്കലും പിന്തുണക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങളിലുള്ള ഈ US-ന്റെ ഒക്കെ ബേസുകളെ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തിയാൽ അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ
ഇറാൻ ഭരണകൂടം ഇതിനെ കൈകാര്യം ചെയ്തു എന്നാണ്. യഥാർത്ഥത്തിൽ അവിടെ പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് അവിടുത്തെ ജനതയെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. വ്യാപാരി സമൂഹത്തിന് അതിന്റെ വലിയ പ്രതിഷേധങ്ങളുണ്ട്. ടെഹ്റാനിലടക്കമുള്ള വ്യാപാരികൾ പ്രതിഷേധത്തിലായിരുന്നു. ആ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അവിടുത്തെ ഭരണകൂടം ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം ഈ പ്രക്ഷോഭത്തിന്റെ പ്രതിഷേധത്തിന്റെ രീതി മാറുകയും അക്രമാസക്തമായ മാർഗങ്ങളിലേക്ക് ഇത് പല രീതിയിൽ വിവിധങ്ങളായ പ്രതിഷേധങ്ങൾ രാജ്യമെമ്പാടും ഉണ്ടാവുകയും അതിൽ മസ്ജിദുകളടക്കം അല്ലെങ്കിൽ ഇവരുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളടക്കം അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ജനസമൂഹത്തെ ആക്രമിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെ, സർക്കാർ ഓഫീസുകളെ ആക്രമിക്കുക, സർക്കാരിന്റെ ബന്ധപ്പെട്ട ഏജൻസികളെ, ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, ഇങ്ങനെ പല രീതിയിലേക്ക് ഇത് വഴിമാറുകയും ഇത് മുതലെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ പുറത്തുള്ള ശക്തികൾ, ഇറാന് പുറത്തുള്ള ശക്തികൾ ഇത് മുതലെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇത് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ജനതയെ ഒന്നാകെ ലക്ഷങ്ങളെ ഈ രീതിയിൽ തെരുവിലിറക്കിക്കൊണ്ട് തങ്ങൾക്ക് പിന്തുണ അർപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ അവിടുത്തെ അലി ഖമേനി അടക്കമുള്ള നേതൃത്വത്തിനും ഇറാനിയൻ ഭരണകൂടത്തിനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ചിത്രം വ്യക്തമാക്കുന്നത്. ഇനി അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ, ഇസ്രായേൽ ആക്രമിക്കുമോ, എന്തെങ്കിലും രീതിയിലുള്ള അത്തരം കാര്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് നിലവിലുള്ള അവസ്ഥ വെച്ച് അമേരിക്കയ്ക്ക് ഇനി ഇടപെടാനുള്ള പരിമിതികൾ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാനുള്ള പരിമിതികൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പ്രതിസന്ധിയെ ഒരു പരിധിയോളം അതിനെ മറികടക്കാൻ, ഭരണ പ്രതിസന്ധിയെ മറികടക്കാൻ ഇറാനിയൻ ഭരണകൂടത്തിന് സാധിച്ചു എന്നുള്ളതും US-ഉം ഇസ്രായേലും നടത്തിയ ഈ ശ്രമങ്ങൾ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രാഥമികമായ കാര്യം എന്നുള്ളത്.